ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, on behalf of the people of India and particularly our people of Kerala, the government of Kerala, and on my personal behalf as the Chief Minister of Kerala, I sincerely thank His Highness Sheikh Mohammed bin Zayed Al Nahyan, President of UAE, His Highness Sheikh Mohammed bin Rashid Al Maktoum, Vice President and Prime Minister of UAE and ruler of Dubai, His Highness Sheikh Hamdan bin Mohammed bin Rashid Al Maktoum, Crown Prince of Dubai, His Highness Sheikh Maktoum bin Mohammed bin Rashid Al Maktoum, Deputy Ruler of Dubai, Their Highnesses, rulers of other emirates, and the government officials for their help, support, and generosity towards Indians and especially our people of Kerala. On this occasion of celebrating 54th National Day of UAE, I wish Their Highnesses, the rulers, all UAE citizens and residents of UAE, good health and greater success. Among the GCC countries, it is here in the UAE that the majority of Indians and particularly Keralites are living. I also thank Their Highnesses and citizens for taking care of our population here. ഈയൊരു പര്യടനം ദുബായിലെ ഇന്നത്തെ പരിപാടിയോടുകൂടി സമാപിക്കുകയാണ്. ഞങ്ങൾ ബഹ്റിൻ, ഒമാനിൽ മസ്കറ്റ്, സലാല, ഖത്തർ, കുവൈറ്റ്, അബുദാബി ഇവിടങ്ങളിലെല്ലാം നേരത്തെ സന്ദർശനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ബഹുമാനായ മന്ത്രി സജി ചെറിയാനും കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശ്രീ ജയതിലകും നമ്മുടെ കേരളത്തിൻ്റെ അനൗദ്യോഗിക അംബാസഡറായി നമ്മളെല്ലാം കണക്കാക്കുന്ന ശ്രീ എം.എ. യൂസഫ് അലിയും അടങ്ങുന്ന ഒരു ടീമാണ് ഇവിടങ്ങളിലെല്ലാം സന്ദർശനം നടത്തിയത്. അത് നല്ല രീതിയിൽ പ്രവാസി സഹോദരങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞു എന്നതാണ്. നമ്മുടെ നാടിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് പ്രവാസി സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫിൽ ജീവിക്കുന്നവർ എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഞങ്ങളുടെ ഹൃദയത്തിലാണ് കേരളത്തിൻ്റെ സ്ഥാനമെന്ന് പറഞ്ഞത്. നമ്മുടെ അനുഭവത്തിൽ അതുള്ളതുമാണ്. നാം ഏറ്റവും വലിയ ദുരന്തം നേരിട്ട ഘട്ടത്തിൽ 2018 നമ്മുടെ മഹാപ്രളയം, അത് നൂറ്റാണ്ടിലെ മഹാപ്രളയമായിരുന്നു. കേരളം തകർന്നടിഞ്ഞു പോകുന്നല്ലോ എന്ന് നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാതെ പരിതപിച്ചൊരു കാലമായിരുന്നു. ആ ഘട്ടത്തിൽ നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾ പ്രകടിപ്പിച്ച, പ്രത്യേകിച്ച് നമ്മുടെ UAE റൂളർ പ്രകടിപ്പിച്ച വികാരമുണ്ട്. അത് കേരളത്തോടൊപ്പം കേരളത്തെ സഹായിക്കാൻ
ഞങ്ങൾ സന്നദ്ധമാണ് എന്ന വികാരമായിരുന്നു. അതെല്ലാം വരുന്നത് ആ തരത്തിലുള്ള ഒരു മനസ്സ് അവരിലെല്ലാം സൃഷ്ടിച്ചത് നിങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. അതോടൊപ്പം നമ്മുടെ പരിപാടികളിൽ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് ആളുകൾ, അത് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് നാടിനോടുള്ള, കേരളത്തോടുള്ള കൂറും താല്പര്യവും തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. എല്ലാവരും ഒരു ഭേദചിന്തയുമില്ലാതെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നു എന്നതാണ് ഞങ്ങൾ കണ്ട അനുഭവം. നമ്മുടെ നാട്ടിൽ നല്ല നിലയിലുള്ള കക്ഷിരാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കേവർക്കും അറിയാം. പക്ഷേ കേരളം നമ്മുടെ ഇവിടെയുള്ള പ്രവാസി സഹോദരങ്ങളുടെ മനസ്സിലെ ഒരു വികാരമാണ്. അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ജന്മനാടിനെക്കുറിച്ച് എല്ലാ നിമിഷങ്ങളിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നാടിൻ്റെ പ്രതിനിധികൾ എന്ന നിലക്ക് വരുമ്പോൾ ഞങ്ങളോട് എന്ന നിലക്കല്ല, നാടിനോട് കാണിക്കുന്ന ആദരവ്, താല്പര്യം, നാടിനോടുള്ള കൂറ്, അതാണ് നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ഭേദചിന്തയും ഉപേക്ഷിച്ചുകൊണ്ട് ഓടിയെത്തുന്നതിന് ഇടയാക്കിയത്. നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ആവേശം അതിൻ്റെ ഭാഗമായുള്ളതാണ് എന്നതും ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം, നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ബഹ്റൈനിലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ, അവിടെ തന്നെയുള്ള വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രു, ഇവരെയെല്ലാം ഞങ്ങൾ കാണുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു. അതേപോലെ തന്നെ മസ്കറ്റിലെ ഒമാൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി പ്രസിഡന്റ് അബ്ദുൽ സലാം അൽ മുർഷിദി, അവിടുത്തെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ്, അവരുമായും ഞങ്ങൾക്ക് നല്ല തുറന്ന ചർച്ച നടത്താൻ അവസരം കിട്ടി. ഖത്തർ ചേംബർ ഫസ്റ്റ് വൈസ് ചെയർമാൻ മുഹമ്മദ് ബിൻ അഹമ്മദ് ത്വാർ അൽ കുവാരി, അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ആ ചേംബർ ബോർഡിൻ്റെ മറ്റ് അംഗങ്ങൾ, അവരുമായി വിശദമായി ചർച്ച നടത്താനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. കുവൈറ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഖ്, കുവൈറ്റിലെ ധനകാര്യമന്ത്രി ഡോക്ടർ സുബൈഹ് അബ്ദുൽ അസീസ് അൽ മുഖൈസിയും, അവരുമായും ഞങ്ങൾക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. കുവൈറ്റിലെ ഭരണാധികാരികളും നല്ല താല്പര്യമാണ് കേരളവുമായി തുറന്ന് ബന്ധപ്പെടുന്ന കാര്യത്തിൽ കാണിച്ചത്. കഴിഞ്ഞ അവസരത്തിൽ ഏറ്റവും ഒടുവിൽ കണ്ടത് അബുദാബിയിലെ ടോളറൻസ് ആൻഡ് കോ എക്സിസ്റ്റൻസ് വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹിയാൻ മുബാറക് അൽ നഹിയാനെ, അതോടൊപ്പം നേരത്തെ ബഹുമാന്യ യൂസഫ് അലി പറയുകയുണ്ടായി, അബുദാബി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, UAE-യുടെ വിദേശ വ്യാപാര മന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി, അബുദാബി
ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഷാമിഷ് അലി ഖൽഫാൻ അൽ ദഹേരി. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ഒട്ടേറെ പ്രമുഖരുമായി ചർച്ച നടത്താൻ നമുക്ക് കഴിഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായി ഇവിടെ നേരത്തെ പറയുകയുണ്ടായി, ഇന്നലെ UAE ക്യാബിനറ്റ് കാര്യവകുപ്പ് മന്ത്രി മുഹമ്മദ് അൽ ഗർഗാവി, അദ്ദേഹത്തെ നേരത്തെ ഒരു അവസരത്തിലും കാണാൻ അവസരം ലഭിച്ചിരുന്നു. അത് അദ്ദേഹം ഓർക്കുന്നുണ്ട്. വലിയ താല്പര്യത്തോടെയാണ് കേരളത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചത്. അതോടൊപ്പം തന്നെ UAEയുടെ സാമ്പത്തിക ടൂറിസം വകുപ്പ് മന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽ മാരി, UAE വിദേശ വ്യാപാര മന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി, അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസ് ഡയറക്ടർ ജനറൽ ബദർ അൽ വലാമ, ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രമുഖരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. അവരെല്ലാം കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള താല്പര്യമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് തന്നെ അവർ പറഞ്ഞു. അബുദാബി കിരീടാവകാശി അപ്പം തന്നെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഉത്തരവ് പോലെ കൊടുക്കുകയായിരുന്നു. ഇവിടെ ഉടനെ തന്നെ ഒരു ടീം കേരളത്തിലേക്ക് പോകണം, കേരളത്തിലെ ടീമുമായി ചർച്ച ചെയ്യണമെന്ന്. ഞങ്ങൾ ആ പറഞ്ഞത് ഒരു ഉത്തരവാണെന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ തൊട്ടു പിന്നാലെ ഒരാളെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറയുകയാണ്, ഇങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോഴേക്കും ആ സന്ദേശം പോയി കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ എത്രമാത്രം താല്പര്യമാണ് കേരളത്തോട് ഇവരെല്ലാം കാണിക്കുന്നത് എന്നാണ് നാം കാണേണ്ടത്. വിവിധ മേഖലകൾ, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടേതായ മേഖലകളിലടക്കം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന ഓഫറാണ് അവരിൽ നൽകിയിട്ടുള്ളത്. ഇതിനെല്ലാം ഇടയാക്കിയത്, ഇതിൻ്റെയെല്ലാം യഥാർത്ഥ നാടിനെ ഉണ്ടാക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നത് കാണാൻ നമുക്ക് സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനം നാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാടിൻ്റെ വികസനം ഉറപ്പുവരുത്തുക എന്തായിരുന്നു. ഇവിടെ നമുക്കെല്ലാം അറിയാം, നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക ശേഷി, നമ്മുടെ ഖജനാവിൻ്റെ ശേഷി അത്രത്തോളം വലുതല്ല എന്നത്. അപ്പോൾ നമ്മുടെ നാടിനെ നല്ല രീതിയിൽ വികസനം ഉറപ്പുവരുത്താൻ കഴിയണമെങ്കിൽ പുതിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാവണം. ഒരു സാമ്പത്തിക സ്രോതസ്സ് നമുക്ക് സമാന്തരമായി ഉണ്ടാവണം. സാധാരണ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം എപ്പോഴും ഖജനാവിനെ ആശ്രയിച്ചാണ് നടക്കുക. അപ്പോൾ ഖജനാവിനെ ആശ്രയിച്ചുള്ള പ്രവർത്തനമെന്ന് പറയുമ്പോൾ അതിലൂടെ ഉണ്ടാവുക കയ്യിലുള്ള കാശ് അതിനനുസരിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുക എന്നുള്ളതാണ്. ആവശ്യങ്ങൾ വളരെ വലുത്, അതിന് മാത്രം കാശ് നമ്മുടെ കയ്യിലില്ല. ഉള്ള കാശിനനുസരിച്ച് പദ്ധതി നടത്തുക എന്ന നിലയാണ് വരിക. അപ്പോൾ പദ്ധതികൾ അവിടെ പൂർത്തിയാകാതെ കിടക്കും, പലതും നീട്ടിവെക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഫലമെന്താ? നാടിന് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള പുരോഗതി ഉണ്ടാവുന്നില്ല. നമ്മുടെ നാട് പല മേഖലകളിലും ശരിയായ പുരോഗതി നേടാത്തതിൽ വലിയ വേദന പ്രകടിപ്പിച്ചവരാണ് എല്ലാ ഘട്ടത്തിലും പ്രവാസി സഹോദരങ്ങൾ. കാരണം പ്രവാസി സഹോദരങ്ങൾ ജീവിക്കുന്ന, തൊഴിലെടുത്ത് ജീവിക്കുന്ന പ്രദേശങ്ങൾ വലിയ തോതിൽ ആധുനിക കാലത്തിൻ്റെ വികസനം നേടിയവയാണ്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ
ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ നാട്ടിലെത്തുമ്പോൾ അത്തരമൊരവസ്ഥയേ ഇല്ല. ഇതവരെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. എപ്പോഴാണ് നമ്മുടെ നാട് മാറുക? എങ്ങനെയാണ് നാട്ടിലെ റോഡിന് മാറ്റമുണ്ടാവുക? എങ്ങനെയാണ് വിവിധ മേഖലകളിൽ കാലത്തിനനുസരിച്ച മാറ്റത്തിലേക്ക് നമുക്കെത്താൻ കഴിയുക? അപ്പോൾ പലരും ഇതൊന്നും നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ കഴിയില്ല, ഇങ്ങനെയായിപ്പോയി, ഇതാണ് നമ്മുടെ നാട്, ഇതിനൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന ഒരുതരം കടുത്ത നിരാശയിലായിരുന്നു ആളുകൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന മേഖലകൾ നല്ല രീതിയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടന്നത്. ഒരുപാട് കാര്യങ്ങളിൽ അതിൻ്റേതായ മാറ്റങ്ങൾ കാണാൻ കഴിയും. 2016 ഞങ്ങൾ സർക്കാർ എന്ന നിലക്ക് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ വളരെ പരിമിതമായിരുന്നു, പരിതാപകരമായിരുന്നു. ആ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ജനങ്ങൾ സർക്കാരിനെ ഏൽപ്പിച്ചത്. അതാണ് നിങ്ങളടക്കമുള്ള കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം അടിസ്ഥാന സൗകര്യ വികസനമായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസന മേഖലയെടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുമരാമത്ത് പ്രവൃത്തികൾ തന്നെയാണ്. ആ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് മാത്രമായിട്ട് ഈ കഴിഞ്ഞ കാലത്ത് 2016 മുതലുള്ള കാലമെടുത്താൽ LDF സർക്കാർ ചെലവഴിച്ചത് 44,000 കോടി രൂപയാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അത് പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് മാത്രമാണ്. എന്നാൽ ഇത് സർക്കാർ നേരിട്ട് ചെലവഴിച്ച തുകയാണ്. ഈ നേരിട്ട് ചെലവഴിച്ച തുകക്ക് പുറമെയാണ് കിഫ്ബി മുഖേന ഉള്ള പണത്തിൻ്റെ കാര്യം വരുന്നത്. ഇവിടെ നേരത്തെ അവതരിപ്പിച്ച ഒരു കാര്യത്തിൽ കണ്ടില്ലേ, കിഫ്ബിയിലൂടെ 96,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നത് എന്ന്. എന്തുകൊണ്ടാണ് കിഫ്ബി രൂപീകരിക്കാനിടയായത്? നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഒരു പുതിയ സാമ്പത്തിക സ്രോതസ്സ് കാണേണ്ടതുണ്ടായിരുന്നു. അതിനാണ് കിഫ്ബിക്ക് രൂപം കൊടുത്തത്. അതിലൂടെ പണം പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. ഇവിടെ 90,000 കോടിയോളം രൂപ കുറച്ചു നാൾ മുൻപ് കിഫ്ബി മുഖേന ചെലവഴിച്ചു എന്ന് പല വേദികളിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. യഥാർത്ഥത്തിൽ 2016 അധികാരത്തിൽ വന്നപ്പോൾ കിഫ്ബി രൂപീകരിച്ച ഘട്ടത്തിൽ ഞങ്ങൾ കണ്ടിരുന്നത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കണമെന്നായിരുന്നു. പക്ഷേ 2021 ആയപ്പോൾ 50 അല്ല 62,000 കോടി രൂപയാണ് അതിലൂടെ ചെലവഴിച്ചത്. ഇവിടെ പല കാര്യങ്ങൾക്കായി പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ പണം ചെലവഴിക്കാൻ കിഫ്ബി മുഖേന സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. ദേശീയപാത കേരളത്തിൽ യാഥാർത്ഥ്യമാകില്ല എന്നായിരുന്നല്ലോ പലരും കണക്കുകൂട്ടിയിരുന്നത്. കാരണം ദീർഘകാലമായി ഒരു മാറ്റവുമില്ലാതെ ദേശീയപാത കിടക്കുന്നു.
അത് നടപ്പാക്കേണ്ട ദേശീയപാത അതോറിറ്റി, നാഷണൽ ഹൈവേ അതോറിറ്റി, അവർ ഓഫീസും പൂട്ടി സ്ഥലം വിടുകയും ചെയ്തു. അവിടെയാണ് 2016 അധികാരത്തിൽ വന്ന സർക്കാർ ആ പദ്ധതി പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അവിടെയൊരു കടമ്പ വന്നു. കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് സ്ഥലമെടുക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് സ്ഥലമെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവരാണ് ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള സ്ഥലമെടുത്തിട്ടുള്ളത്. നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ ചെലവും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് വഹിക്കുന്നത്. എല്ലായിടങ്ങളിലും നേരത്തെ വഹിച്ചതവരാണ്, ഇപ്പോഴും വഹിക്കുന്നത് അവരാണ്. പക്ഷേ കേരളത്തിൻ്റെ നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ അവർ പറഞ്ഞു, കേരളത്തിൽ വലിയ വിലയാണ് ഭൂമിക്ക്, ആ വില കൊടുത്ത് ഭൂമി എടുക്കാൻ ഞങ്ങൾക്കാവില്ല, സംസ്ഥാനം ഭൂമി എടുത്തു തരണം. ഞങ്ങൾ തർക്കിച്ചു. ആ തർക്കം നീണ്ടുപോയി. ആ തർക്കത്തിൽ അവരുടെ നിലപാടിൽ മാറ്റം വരുന്നില്ല. നമ്മളാണെങ്കിൽ വല്ലാത്തൊരു വൈതരണിയിൽ. കാരണം നാഷണൽ ഹൈവേ നമുക്ക് വേണം, അത് നടപ്പാക്കണം, എങ്ങനെയും നടപ്പാക്കാനാവണം. ആ ഒരു വൈതരണിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവസാനം എവിടെയെത്തി? നമുക്ക് സാധാരണഗതിയിൽ സ്വീകാര്യമല്ലാത്ത ഒരു വ്യവസ്ഥ അംഗീകരിക്കേണ്ടതായി വന്നു. ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു, അവസാനം ഒരു മധ്യസ്ഥ സംഭാഷണം നടന്നപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കുന്ന വിലയിൽ ഒരു 25% സംസ്ഥാനം നൽകണം, വേറെ ഗതിയില്ല, നാഷണൽ ഹൈവേ വരണം. അങ്ങനെ അതിൻ്റെ ഭാഗമായുള്ള 5600 കോടിയിൽ പരം രൂപ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടതായി വന്നു. ഇത് ഒരു സംസ്ഥാനവും ചെയ്തിട്ടില്ല നേരത്തെ. അതിനുശേഷം മറ്റൊരു സംസ്ഥാനവും ചെയ്തിട്ടില്ല. നമ്മൾക്ക് മാത്രമുണ്ടായൊരു പിഴ. എന്തുകൊണ്ടാണ് ആ പിഴ ഒടുക്കേണ്ടി വന്നത്? സമയത്തിന് നമ്മൾ, കേരളം, ആ നാഷണൽ ഹൈവേക്ക് വേണ്ട ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ട്. ഏറ്റെടുത്ത് കൊടുക്കുകയേ വേണ്ടൂ, അതിനൊരു ചിലവും നമുക്കില്ല. ആ ചിലവ് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി വഹിക്കുന്നതാണ്. പക്ഷേ അതിന് സന്നദ്ധമായില്ല നമ്മുടെ നാട്. കാരണം ചിലയിടത്ത് എതിർപ്പ് പറഞ്ഞു. ആ എതിർപ്പ് പറഞ്ഞപ്പോൾ അതവിടെ നിന്നു. ഇതല്ലേ സംഭവിച്ചത്? 5600 കോടി രൂപ നമ്മൾ പിഴയൊടുക്കേണ്ടി വന്നു. ഞാനിത് പറഞ്ഞു വന്നത്, ആ 5600 കോടി രൂപ നമ്മൾ കൊടുത്തത് കിഫ്ബിയിലെ പണം ഉപയോഗിച്ചാണ്. കിഫ്ബി എന്ന് പറയുന്നത് വന്നത് ഇത്തരം പശ്ചാത്തല സൗകര്യ വികസനം ഉറപ്പുവരുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനമാണ് നമുക്ക് നല്ല നിലയിൽ അവിടെ നടത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് നേരത്തെ 90,000 കോടി രൂപയിൽ പരം രൂപ കിഫ്ബി മുഖേന കേരളം ചെലവിട്ടിരിക്കുന്നു. ഇതുവരെ നേരത്തെ പറഞ്ഞ 44,000 കൂടി ചേർത്താൽ ഏകദേശം 1.5 ലക്ഷം കോടിയോളം രൂപ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി നമ്മുടെ നാട്ടിൽ ഈ 10 വർഷക്കാലം കൊണ്ട് ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. അതിൻ്റേതായ തെളിവുകൾ കേരളത്തിൽ ഏത് ഭാഗത്ത് നോക്കിയാലും കാണാൻ നമുക്ക് സാധിക്കും. വിവിധ റോഡുകൾ, വിവിധ പാലങ്ങൾ കുറച്ച് നാൾ മുൻപ് ഒരു കണക്ക് പറയുന്നതായിട്ട് കേട്ടു. 150ാമത്തെ പാലം ഇതാ ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന്. അങ്ങനെ വിവിധ പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ഓവർ ബ്രിഡ്ജുകൾ, ഇങ്ങനെ റോഡ് രംഗത്ത് പലതും. നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിന് കൊടുത്ത ആ കാശ്, അതോടൊപ്പം നാഷണൽ ഹൈവേയുടെ മറ്റൊരു ഭാഗത്തും മലയോര ഹൈവേ, അതിനുവേണ്ടി വരുന്ന പൈസ സംസ്ഥാന സർക്കാരാണ് ചെലവഴിക്കുന്നത്. തീരദേശ ഹൈവേ വേറൊരു ഭാഗത്ത് വരുന്നു. ഈ രണ്ടിനും കൂടി 10,000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു.
ആ 10,000 കോടി രൂപയും കിഫ്ബിയിലൂടെയാണ് കണ്ടെത്തുന്നത്. നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ മാറ്റം, ഒരു കുതിച്ചു ചാട്ടം ഉണ്ടാകുന്നുവെന്നാണ് നാം ഇതിലൂടെ കാണുന്നത്. വിവിധ രംഗത്തുള്ള ഇടപെടലുകൾ, നമ്മുടെ വിദ്യാഭ്യാസ രംഗം, സ്കൂളുകൾ, വലിയ തോതിൽ നമ്മുടെ സ്കൂളുകളിലെ നിലകൾ മാറിയിരിക്കുന്നു. 5,000 കോടിയോളം രൂപയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുന്നതിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചത്. അതിൻ്റെ ഭാഗമായി 2000-ൽ പരം സ്കൂളുകളാണ് നവീകരിക്കപ്പെട്ടത്. വലിയ മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായി എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇവിടെ 7 വൻകിട പദ്ധതികൾക്ക് 20,000 കോടി രൂപ ചെലവഴിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഴിഞ്ഞം പദ്ധതി, അത് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ 1-ാം ഘട്ടം പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു. 4 ഘട്ടങ്ങളിലായിട്ടാണ് ആ പദ്ധതി പൂർത്തിയാക്കാൻ വിഭാവനം ചെയ്തിരുന്നത്. അതിൽ 2045-ൽ പൂർത്തീകരിക്കേണ്ടതാണ് ഈ 1-ാം ഘട്ടം കഴിഞ്ഞിട്ടുള്ള മറ്റ് 3 ഘട്ടങ്ങൾ. എന്നാൽ ആ തുടർഘട്ടങ്ങൾ ഈ 2045-ന് മുൻപ്, 17 വർഷം മുൻപ് 2028-ൽ പൂർത്തീകരിക്കാനുള്ള ലക്ഷ്യത്തോടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ മാറ്റം ആ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ വലിയ പദ്ധതികൾ വരാൻ പോകുന്നു. ഒരു റിംഗ് റോഡ് അതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കാൻ പോവുകയാണ്. അതിലൂടെ വലിയ പദ്ധതികൾ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാകാൻ പോവുകയാണ്. 3000 ഏക്കറോളം സ്ഥലം അതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കേരളത്തിൻ്റെ രൂപവും ഭാവവും മാറുന്നതിന് സഹായിക്കുന്ന ഒന്നായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. നമ്മുടെ വിവിധ രംഗങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. വിവിധ രംഗമെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ആയുർവേദ മേഖല വളരെ പ്രസിദ്ധമായ ഒന്നാണ്. എല്ലാവരും കേരളത്തിൻ്റെ ആയുർവേദ മേഖലയെക്കുറിച്ച് പ്രത്യേകമായി പറയാറുണ്ട്. ഇവിടെ നേരത്തെ ബഹുമാനായ കോൺസൽ ജനറൽ സംസാരിക്കുമ്പോഴും നമ്മുടെ വെൽനസിൻ്റെ പ്രാധാന്യം പറയുകയുണ്ടായി. അതും ആയുർവേദ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മളവിടെ ഒരു അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഘട്ടം ഏതാനും നാളുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വ്യാവസായിക വികസനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ സ്ഥലം ഏറ്റെടുക്കൽ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പാലക്കാട് ആവശ്യമായത്ര സ്ഥലം ഇപ്പം തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു. വലിയ പദ്ധതികളാണ് അവിടെ നടപ്പാക്കാൻ പോകുന്നത്. എറണാകുളത്ത് ചില പദ്ധതികൾ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അത് ഇന്ത്യ ഗവൺമെൻറ്റുമായി ചർച്ചയിൽ നിൽക്കുകയാണ്. അതിനും ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളാണ് നാം സ്വീകരിച്ചു വരുന്നത്. അതോടൊപ്പം നമ്മുടെ കേരളത്തിൽ പൂർത്തിയാകാതെ പോയ ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ ഗ്യാസ് കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുന്ന
ഗെയിൽ പൈപ്പ് ലൈൻ. അത് നമ്മൾ നമ്മുടെ സംസ്ഥാനത്തോടൊപ്പം പദ്ധതി ഏറ്റെടുത്ത സംസ്ഥാനങ്ങളെല്ലാം പൂർത്തിയാക്കി. പക്ഷേ നമുക്കത് തുടങ്ങാൻ പോലും കഴിഞ്ഞില്ല. 2016 LDF സർക്കാർ ഞങ്ങൾ അധികാരത്തിൽ വന്ന ഉടനെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു. അത് കേരളം പ്രാവർത്തികമാക്കില്ല എന്നായിരുന്നു എല്ലാവരും ധരിച്ചത്. പക്ഷേ ആ പദ്ധതി തുറന്നു നടത്താൻ വേണ്ടി ഗെയിലിനെ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ, കേരളം വിട്ടുപോയിരുന്നു. അവരെ തിരിച്ചു വിളിച്ചു. അവർ വന്ന് പണി തുടങ്ങി. അത് പൂർത്തിയായി. ഇപ്പോൾ നേരത്തെ തന്നെ ആ പൈപ്പിലൂടെ ഗ്യാസ് പോവുകയാണ്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ആ ഗ്യാസ് ഫാക്ടറികളിൽ ഇന്ധനമായും വീടുകളിൽ പാചകവാതകമായും ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായുള്ള സിറ്റി ഗ്യാസ് വിതരണ പദ്ധതി, അതാണ് വീടുകളിൽ ഗ്യാസ് എത്തിക്കുന്ന പദ്ധതി. അത് നല്ല രീതിയിൽ നടപ്പാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി വേഗത കൂട്ടേണ്ടതുണ്ട്. അത് കൂട്ടാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വീടുകളിൽ പൈപ്പ് വഴി ഈ ഗ്യാസ് പാചകവാതകമായി എത്തുന്ന നില ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ആധുനിക ലോകത്തിലെ മാറ്റത്തിനനുസരിച്ച് ഓരോ രംഗത്തും നമ്മുടെ നാടും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ വികാസം പ്രാപിക്കാൻ കഴിയുന്ന ഒന്നാണ് IT മേഖല. IT മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതിൽ IT സ്പേസ് വർദ്ധിച്ചിട്ടുണ്ട്, IT ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്, കയറ്റുമതി വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം പുതിയ ചില പദ്ധതികൾ, IT പാർക്കുകൾ, നമ്മുടെ കേരളത്തിൽ പുതിയ പാർക്കുകൾ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായുള്ള സ്ഥലമേറ്റെടുക്കലുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചിലതിൻ്റെ തുടക്കം കുറിക്കൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നടത്താൻ കഴിയുമെന്നിടത്താണ് നിൽക്കുന്നത്. അതൊരു ഭാഗം. അതോടൊപ്പം തന്നെ IT കോറിഡോർ എന്ന നിലയിൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ സൈഡിൽ പറ്റിയ സ്ഥലമെടുത്ത് IT മേഖല വികസിപ്പിക്കുന്നതിനുള്ള നടപടികളും നാം സ്വീകരിച്ചു വരികയാണ്. ഇവിടെ ഒരു നാടിൻ്റെ ആകെ വികാരം ഒരു വികസന പദ്ധതി വരുമ്പോൾ എന്താണ് എന്നതാണ് വയനാട് തുരങ്കപാതയുടെ തുടക്കം കുറിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത്. ആ നാട് മുഴുവൻ അവിടെ ഒഴുകിയെത്തുകയായിരുന്നു. കാരണം ഒരു മഴ പെയ്താൽ വയനാട്ടിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടു പോവുകയായിരുന്നു. പലപ്പോഴും ദിവസങ്ങളോളം യാത്ര തടസ്സപ്പെട്ടു പോകും. അവിടെയാണ് ഒരു തുരങ്കപാത സൃഷ്ടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. തുരങ്കപാതയോ, അതൊക്കെ സാധിക്കുന്നതാണോ എന്ന സംശയം പ്രകടിപ്പിച്ചവരുണ്ടായിരുന്നു. ഇപ്പോൾ ആ സംശയം വേണ്ടതില്ല. എല്ലാ അനുമതികളുമായി ടെൻഡറിങ് കഴിഞ്ഞു, പണി ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോവുകയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ ആ തുരങ്കപാത പൂർത്തിയാക്കാൻ കഴിയുമെന്ന നിലയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇൻ്റർനെറ്റ് ഒരവകാശമായി പ്രഖ്യാപിച്ച നാടാണ് നമ്മുടെ നാട്. അതിൻ്റെ ഭാഗമായി K-ഫോൺ നല്ല രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. വലിയ തോതിലുള്ള വികസനം ആ രംഗത്ത് അതിൻ്റെ ഭാഗമായി ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചിയിലെ വാട്ടർ മെട്രോ, അത് നമ്മുടെ സ്വന്തം പദ്ധതിയാണ്. പക്ഷേ രാജ്യം അതിനെ മാതൃകയാക്കുകയാണ്. രാജ്യത്തിലെ പല സംസ്ഥാനങ്ങൾ കൊച്ചിയിൽ വന്ന് വാട്ടർ മെട്രോവിനെ കുറിച്ച് പഠിച്ച് അവിടങ്ങളിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. ലോകത്തിലെ
പല രാഷ്ട്രങ്ങൾ കേരളത്തിൽ വന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കണം എന്ന് കൊച്ചി വാട്ടർ മെട്രോക്കാരോട് ചർച്ച ചെയ്യുന്ന നിലയുണ്ടാകുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള നടപടികൾ നമുക്ക് നടപ്പാക്കാൻ കഴിയുകയാണ്. മറ്റൊരു കാര്യം, കേരളം നല്ല രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നൊരു നാടാണല്ലോ. നമ്മുടെ പ്രകൃതി രമണീയതയാണ് അതിന് കാരണം. നല്ല തോതിൽ ടൂറിസ്റ്റുകൾ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെ ഒരു ജലപാത 600 കിലോമീറ്ററിലധികം വരുന്ന ജലപാത നാം നിർമ്മിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അതിൽ കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ചില ഭാഗങ്ങളിൽ പുതിയ സ്ഥലം എടുത്ത് കനാൽ നിർമ്മിക്കേണ്ടതായിട്ട് വരും. അതിന് കുറച്ച് സമയവും കൂടി എടുക്കും. എന്നാൽ കോവളം മുതൽ ചേറ്റുവ വരെ ഈ ജലപാത അടുത്ത മാസം പൂർത്തിയാക്കാൻ കഴിയുന്ന നിലയിലാണ് നിൽക്കുന്നത്. അത് വലിയ തോതിലുള്ള മാറ്റമാണ് കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു വിനോദസഞ്ചാരി അവരെ ബോട്ടിൽ കോവളത്തുനിന്ന് പുറപ്പെട്ടാൽ ചേറ്റു വരെ എത്താൻ കഴിയും. അവർ യാത്ര ചെയ്യുമ്പോൾ ഒരു 25-30 കിലോമീറ്ററൊക്കെ എത്തുമ്പോൾ അവിടെയൊരു സ്റ്റോപ്പ് ഉണ്ടാവും. അവിടെ ഇറങ്ങിയാൽ അവിടുത്തെ കാഴ്ചകൾ അവർക്ക് കാണാം. അവിടുത്തെ സ്വാദിഷ്ടമായ ഭക്ഷണത്തിനുള്ള അവസരമുണ്ടാകും. പലതരത്തിലുള്ള കലാപരിപാടികൾ അവിടെ ഉണ്ടാകും. അങ്ങനെ കേരളത്തെ കണ്ട് ആസ്വദിച്ച് കണ്ടറിഞ്ഞ് അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയും. ആ തരത്തിൽ നമ്മുടെ ടൂറിസ്റ്റുകൾക്കാകെ ഹരം പകരുന്ന ഒന്നായി ആ ജലപാത മാറാൻ പോവുകയാണ്. ഔട്ടർ റിംഗ് റോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് വരുന്ന ഒരു പുതിയ റോഡാണത്. ആ റോഡിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ തോതിലുള്ള മറ്റു പദ്ധതികൾ വരും. വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്തിൻ്റെ ഭാഗമായി തുറമുഖ നഗരം വികസിച്ച് വരാറുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള മറ്റൊട്ടേറെ പദ്ധതികളാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മളാണ് തുടങ്ങിയത്. അതേപോലെ തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മളാണ് തുടക്കം കുറിച്ചത്. അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സയൻസ് പാർക്കുകൾ 3 600 കോടി രൂപ ചെലവിട്ട് കേരളത്തിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. തിരുവനന്തപുരത്തും എറണാകുളത്തും കണ്ണൂരും. ഇത് ആധുനിക കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള സയൻസ് പാർക്കുകളായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിരവധി വലിയ പദ്ധതികൾ, നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ, ആധുനിക ലോകത്തിനനുസൃതമായി കേരളമിതാ മുന്നേറുന്നു എന്ന കാഴ്ച നമുക്ക് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ 1710 ഏക്കർ ഭൂമിയാണ് നേരത്തെ പറഞ്ഞ കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായി നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. ഇത് 1790 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു, ചെലവഴിക്കുന്നു എന്നതും നാം കാണേണ്ടതാണ്. ഇവിടെ നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലകളിൽ ചെലവിടുന്ന പദ്ധതികളുടെ രൂപങ്ങൾ നോക്കിയാൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 201 കോടി രൂപയാണ് നമുക്ക് ചെലവിടേണ്ടതായി വന്നത്. ഇവിടെ വലിയ തോതിലുള്ള പദ്ധതികൾ, പശ്ചാത്തല സൗകര്യ വികസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എത്രയാണ്? 223 റോഡുകൾ, പാലങ്ങൾ, 57 റെയിൽവേ പാലങ്ങൾ, 15 ഫ്ലൈ ഓവറുകൾ, ഒരു അടിപ്പാത, ഇതിനു പുറമേയുള്ള നേരത്തെ പറഞ്ഞ 100-ൽ പരമുള്ള പാലങ്ങൾ, ഇവയ്ക്കെല്ലാം കൂടി ഒരു അടിപ്പാത 18,445 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്.
നമ്മുടെ വിദ്യാഭ്യാസ മേഖല നേരത്തെ ഞാൻ പറഞ്ഞു നല്ല രീതിയിലുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അതിൽ 44,705 ക്ലാസ് മുറികൾ, 11,257 സ്കൂൾ ലാബുകൾ, ഇതെല്ലാം ഹൈടെക്കായി മാറിയിട്ടുണ്ട്, സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറി. അതോടൊപ്പം തന്നെ 860 സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മാണത്തിൽ 268 എണ്ണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈദ്യുതി മേഖലയിൽ വലിയ തോതിൽ പണം ചെലവഴിക്കുകയാണ്. 5200 കോടി രൂപയാണ് വൈദ്യുതി പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിന് വേണ്ടി ചെലവിടുന്നത്. ഇവിടെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് വേണ്ടി ചെലവഴിച്ചത് 1515 കോടി രൂപയാണ്. കേരളത്തിൻ്റെ സ്വന്തമായതാണത്. നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ ഇന്നൊവേഷൻ സെൻറ്റർ ഫോർ ഗ്രഫീൻ, ഇന്ത്യ ഇന്നൊവേഷൻ സെൻറ്റർ ഫോർ ഗ്രഫീൻ, അത് 86 കോടി രൂപ ചെലവഴിച്ചാണ് സ്ഥാപിക്കുന്നത്. ഇതും വലിയ തോതിലുള്ള മാറ്റം കുറിക്കുന്ന ഒന്നാണ്. ഗ്രഫീൻ പൈലറ്റ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി 237 കോടി രൂപ അതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. കെ4ന് വേണ്ടി ചെലവിട്ടത് 1611 കോടി രൂപയാണ്. എല്ലാ വീടുകളിലും സർക്കാർ ഓഫീസുകളിലുമാണ് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാകുന്നത്. ഇവിടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കേരളം ചെലവിട്ട സംഖ്യ 5600 കോടി രൂപയാണ്. വാട്ടർ മെട്രോന് വേണ്ടി ചെലവഴിച്ചത് 1065 കോടി രൂപയാണ്. ഇതിൻ്റെയെല്ലാം ഫലമായി നമ്മുടെ നാടിന് വലിയ മാറ്റം വന്നിരിക്കുന്നത് നാം കാണണം. ഇപ്പോൾ നീതി ആയോഗ് നമ്മുടെ രാജ്യത്തെ പൊതുവിൽ വിലയിരുത്തുമ്പോൾ നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യ സൂചികയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണെന്നാണ് കണ്ടത്. എങ്ങനെയാണത്? നമ്മുടെ പൊതുവിതരണം ശക്തമായതുകൊണ്ട്, നമ്മുടെ മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് വലിയ തോതിലുള്ള ദാരിദ്ര്യം കേരളത്തിൽ അനുഭവിക്കേണ്ടി വരുന്നില്ല. നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചിക, അതുപ്രകാരം രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനം, ആ സ്ഥാനം തുടർച്ചയായി കേരളത്തിനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ മാറ്റം എങ്ങനെയെന്ന് കാണിക്കുന്ന ഒന്നാണ്. 2021 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നമുക്കാണ് ലഭിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിൻ്റെ സൂചികയിൽ 1-ാം സ്ഥാനം നമുക്കാണ്. ആരോഗ്യരംഗം നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനം കേരളത്തിനാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം അത് കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യമന്ത്രൻ പുരസ്കാരം നമുക്ക് ലഭിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഹാപ്പിനെസ് അത് ഏറ്റവും കൂടുതൽ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഇന്ത്യ ടുഡേ ഒരു സർവേ നടത്തുകയുണ്ടായി. അവരതിൽ 1-ാം സ്ഥാനം നമ്മുടെ കേരളത്തിനാണ് നൽകിയത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ മാറ്റം. നമ്മുടെ ആധുനിക കാലത്ത് നമ്മുടെ നാടിന് വന്ന മാറ്റങ്ങൾ, രാജ്യത്തെ ആദ്യ സൂപ്പർ ഫാബ് ലാബ് അത് കേരളത്തിലാണ്. ഡിജിറ്റൽ സർവകലാശാലയുടെ കാര്യം ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ആദ്യത്തെ ഗ്രഫീൻ സെൻ്ററിൻ്റെ കാര്യം പറഞ്ഞു. ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക്, ആദ്യ വാട്ടർ മെട്രോ, ഇതെല്ലാം കേരളത്തിലാണ്. ഇതൊക്കെ നാം നേടിയതാണ്, നമ്മുടെ നാട് നേടിയതാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണത്തിൻ്റെയും പിന്തുണയുടെയും ഭാഗമായി
ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ നാടിന് ആർജിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങളാണ് ഇവയെല്ലാം. അതോടൊപ്പം സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം, അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച നാടാണ് നമ്മുടേത്. ഇവിടെ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഡിജിറ്റൽ പ്ലാറ്റിനം ഐക്കൺ അവാർഡ് നമുക്കാണ് ലഭിച്ചത്. മികച്ച വാർദ്ധക്യ പരിചരണത്തിന് 2021 വയോശ്രേഷ്ഠ സമ്മാൻ, അത് നമ്മുടെ കേരളത്തിനാണ് ലഭിച്ചത്. നമ്മുടെ ലോകത്ത് 57 ടൂറിസം ഡെസ്റ്റിനേഷനുകൾ ആളുകൾ കാണേണ്ടവ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് രേഖപ്പെടുത്തി. അതിലൊന്ന് കേരളമാണ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊന്ന് സ്റ്റാർട്ടപ്പ് രംഗം. സ്റ്റാർട്ടപ്പിൻ്റെ പറുദീസയായി കേരളം മാറിയിരിക്കുന്നു. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിലെ അവരുടെ റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലന്റിൽ ഏഷ്യയിൽ 1-ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. വലിയ മാറ്റം, വലിയ പുരോഗതി ആ രംഗത്ത് ഉണ്ടാവുകയാണ്. അതോടൊപ്പം അഴിമതി രഹിതം, ഏറ്റവും കുറഞ്ഞ അഴിമതി കേരളത്തിൽ എന്ന് പൊതുവെ രേഖപ്പെടുത്തുന്നു. അത് പോലീസിംഗ് സർവേയിലടക്കം 2021 കേരള പോലീസിനാണ് ആ അംഗീകാരം ലഭിച്ചത്. ഇനി മറ്റൊരു കാര്യം, ആരോഗ്യരംഗത്ത് വരുന്ന മാറ്റം. നമ്മുടെ ലോകത്ത് ഏറ്റവും വലിയ സമ്പൽ രാഷ്ട്രം അമേരിക്കയാണല്ലോ. ആ അമേരിക്കയെ ചില കാര്യങ്ങളിൽ കവച്ചു വെക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയൊക്കെ നമ്മുടെ നാട് മാറുന്നുവെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ഞാനിതൊക്കെ. നമ്മുടെ ആരോഗ്യരംഗം 2016 ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ ഗതികേട് മാറ്റുന്നതിന് വേണ്ടിയാണ് ആർദ്രം മിഷൻ കൊണ്ടുവന്നത്. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വളരെ വിശദമായിട്ട് ഇപ്പോൾ പോകുന്നില്ല. ആർദ്രം മിഷൻ്റെ ഭാഗമായി താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന നില വന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. വലിയ മാറ്റം ആരോഗ്യരംഗത്ത് വന്നു. അപ്പോഴാണ് കോവിഡ് മഹാമാരി വരുന്നത്. കോവിഡ് മഹാമാരി വന്നപ്പോൾ ലോകത്തെ വലിയ സമ്പൽ രാഷ്ട്രങ്ങളടക്കം ആ മഹാമാരിക്ക് മുന്നിൽ മുട്ടുകുത്തി വീണു. നമ്മൾ മുട്ടുകുത്തിയില്ല. കോവിഡ് മഹാമാരിയുടെ മൂർധന്യദശയിലും നാം കേരളത്തിലൊരുക്കിയ സൗകര്യങ്ങൾ മികച്ചു നിന്നു. അപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, എന്നതിനധികം പറയുന്നു വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. എന്നാൽ മറ്റു പലയിടത്തും വെന്റിലേറ്റർ കിടക്കേണ്ട രോഗി കിടത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വെന്റിലേറ്റർ ഒഴിവുണ്ടായിരുന്നില്ല. എല്ലാം ഒരുപാട് കഥകൾ നമ്മൾ കേട്ടതാണ്. അതൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. എന്തുകൊണ്ട്? ആ തരത്തിൽ ആരോഗ്യരംഗം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ നാം സ്വീകരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി കേരളത്തിൻ്റെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ് തുറന്നു വന്നത്. അതിലൂടെ നാം ഇപ്പോൾ നേടിയ നേട്ടം, നമ്മുടെ നവജാത ശിശു മരണനിരക്ക്, അത് അമേരിക്കയിൽ 5.6 നമ്മൾ 5 എന്ന് പറഞ്ഞാൽ അമേരിക്കയെ കവച്ചു വെച്ചിരിക്കുന്നു എന്നർത്ഥം. ഇതൊരു ചെറിയ നേട്ടമാണോ? മാതൃമരണനിരക്കിലും ഇതേ കാര്യം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം ആ രീതിയിൽ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുക.
ഇവിടെ ഉയർന്ന ദിവസവേതനമുള്ള സംസ്ഥാനം അത് കേരളമാണ് എന്ന് റിസർവ് ബാങ്ക് പറയുന്നു. ചൂട് കുറവാണ്. നമ്മുടെ നാടിൻ്റെ മാറ്റങ്ങൾ ഇങ്ങനെ പലതായിട്ടാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഏറ്റവും അഴിമതി കുറഞ്ഞ ഒരു സംസ്ഥാനം എന്ന നിലയിലും കേരളത്തിന് സ്ഥാനം നേടാൻ കഴിഞ്ഞിരിക്കുകയാണ്. അത് സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസിൻ്റെ സർവേ അനുസരിച്ചാണ് ആ സ്ഥാനം ലഭിച്ചത്. അപ്പോൾ ഈ നാടിൻ്റെ മാറ്റം എങ്ങനെയാണ് ഈ തരത്തിൽ വന്നത്? ഇപ്പോൾ അമേരിക്കയെ കവച്ചു വെക്കുന്ന ശിശുമരണ നിരക്ക് കുറവാണ്, മാതൃമരണ നിരക്കിലെ കുറവ്, അതെല്ലാം നേടിയതെങ്ങനെ? ആ ഭാഗം പരിശോധിക്കുമ്പോഴാണ് 2016 പ്രവർത്തനങ്ങൾ തുടങ്ങി 2021 ആയപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് അതേ രീതിയിൽ തുടരാൻ അവസരം കിട്ടി. നമ്മുടെ നാട്ടിലെ പഴയ നിലയനുസരിച്ചായിരുന്നുവെങ്കിൽ ഒരു ഘട്ടത്തിൽ കുറേ മുന്നോട്ട് പോകും, പിന്നൊരു ഘട്ടത്തിൽ അതേ രംഗം പുറകോട്ട് പോകും. കാരണം കൃത്യമായ തുടർച്ചയുണ്ടാകാറില്ല. ഇവിടെ കൃത്യമായ തുടർച്ചയുണ്ടായി. 2021 എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടുന്ന് തുടരാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ആരോഗ്യരംഗത്തെ മാറ്റം വന്നത്. അങ്ങനെയാണ് ഓരോ രംഗത്തെയും മാറ്റം. ഇപ്പോൾ വ്യവസായ രംഗത്ത് നമ്മളിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1-ാം സ്ഥാനം നേടിയില്ലേ? തുറന്നും 2-ാം സ്ഥാനം നിലനിർത്തിയില്ലേ? എങ്ങനെയാണത് വന്നത്? സ്വയംഭൂവായി ഉണ്ടായതല്ല. 2016 നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ കേരളം എന്നൊരു സംസ്ഥാനം ഈ കാര്യം ആലോചിക്കാനേ കഴിയുന്നൊരു സംസ്ഥാനമായിരുന്നില്ല. അത്ര പിറകിലായിരുന്നു നമ്മൾ. എന്തുകൊണ്ട് നമുക്ക് മുന്നിലെത്തിക്കൂടാ എന്നൊരാലോചന ഗവൺമെൻറ് ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായുള്ള വിവിധ തലങ്ങളിലുള്ള ഇടപെടലുകൾ നടന്നു. നിയമങ്ങൾ ഭേദഗതി ചെയ്തു, ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു, ബന്ധപ്പെട്ടവരെയെല്ലാം വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു, മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പോഴേക്ക് 2021 2021 ഗവൺമെൻറ് 2021 തുടർഭരണത്തിൻ്റെ അവസരം വന്നപ്പോൾ എവിടെയാണോ 2021 അവസാനിപ്പിച്ചത് അവിടുന്ന് തുടരാൻ കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ രാജ്യത്തെ ഏറ്റവും നല്ല നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന പദവി കേരളത്തിന് ലഭിച്ചു. നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ പുറകിലായിരുന്നു. 2021 അന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പിന്നെ വീണ്ടും മുന്നോട്ട് പോകുന്നതിന് ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റണം. നല്ല ഇടപെടൽ നടന്നു. വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കുകളെടുത്താൽ നേരത്തെ നമ്മൾ രാജ്യത്തെ ഒരു 100 സ്ഥാപനങ്ങളെടുത്താൽ അതിൽ കേരളത്തിലെ ഒരു സ്ഥാപനത്തെ കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എന്താ സ്ഥിതി? കഴിഞ്ഞ വർഷത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. അതിൽ യൂണിവേഴ്സിറ്റികൾ
പൊതു യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ 12 എടുത്താൽ അതിൽ 3 കേരളത്തിൽ നിന്നുള്ളതാണ്. 9ാം സ്ഥാനത്ത് കേരള, 10ാം സ്ഥാനത്ത് കൊച്ചി, 11ാം സ്ഥാനത്ത് ഗാന്ധി, 43ാം സ്ഥാനത്ത് കോഴിക്കോട്. ആദ്യത്തെ 100 കോളേജ് എടുത്താൽ 16 കേരളത്തിൽ നിന്നുള്ളതാണ്. ഇതാണ് മാറ്റം. ഇപ്പോൾ അടുത്ത ദിവസം വാർത്തകൾ വന്നു, കേരളത്തിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ചേരുന്നതിന് വേണ്ടി രാജ്യത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളുടെ അപേക്ഷ കൂടുകയാണ് എന്ന്. വലിയ തോതിൽ അപേക്ഷകൾ വരുന്നു. കാരണം കോഴ്സുകൾ, പുതിയ കോഴ്സുകൾ, നൂതന കോഴ്സുകൾ, മറ്റ് സൗകര്യങ്ങളുടെ വർധനവ്, അതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുന്ന ഫണ്ട് ഇതിലൂടെ വന്നിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന ഈ മാറ്റം, ഈ പറയുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കാനായത് ആധുനിക ലോകത്തിനനുസൃതമായി നമ്മുടെ നാടിന് ഉയരാൻ കഴിഞ്ഞത് 2021 തുടർഭരണം കേരളത്തിന് സമ്മാനിച്ചതിൻ്റെ ഭാഗമാണ് എന്നത് നിസ്സംശയമായി പറയാൻ കഴിയും. ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രസരിപ്പുള്ള ഒരു രംഗമാണ് പ്രവാസി രംഗം. അതിൽ ലോക കേരള സഭ നാം രൂപീകരിച്ചത് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വഴിവെച്ചതാണ്. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മലയാളി പ്രതിഭകൾക്ക് നാടിൻ്റെ വിവിധ മേഖലകളെ സഹായിക്കാനും വിവിധ രംഗത്ത് ഇടപെടാനും ലോക കേരള സഭയിലൂടെ കഴിയുകയാണ്. നമ്മുടെ അടുത്ത ലോക കേരള സഭ ഈ ഒരു മാസം കഴിഞ്ഞാൽ നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ വീണ്ടും ഉണ്ടാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും നേരത്തെ ചിലരെല്ലാം സഹകരിക്കാതിരുന്നിരുന്നു. ഇനി ആ ഒരു ബുദ്ധിമോശം ആരും കാണിക്കില്ല എന്നാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വലിയ തോതിലുള്ള ഇടപെടലുകൾ നമ്മുടെ സംസ്ഥാനം പ്രവാസി സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് നോർക്ക കെയർ, അതിൻ്റെ ഭാഗമാണ് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതിൻ്റെ തന്നെ ഭാഗമാണ് സമഗ്ര പുനരധിവാസ പദ്ധതിയും പ്രവാസി മിഷനും. ഇതെല്ലാം നല്ല രീതിയിൽ നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ സഹായിക്കാനുള്ളതാണ്. നോർക്ക കെയറിൻ്റെ ഭാഗമായി 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസിന് സൗകര്യമുണ്ട്. 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാവിധ ചികിത്സക്കും കാത്തിരിപ്പ് കാലം ഒഴിവാക്കിക്കൊണ്ട് പരിരക്ഷ ലഭിക്കുമെന്നതാണ്. പ്രവാസി മിഷൻ തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനമാണ് സാധ്യമാക്കുന്നത്. അതിലെ എല്ലാ വകുപ്പുകളുടെയും നല്ല പങ്കാളിത്തം, ഏകോപനം ഉറപ്പുവരുത്തുകയാണ്. പ്രവാസി പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ 2016 മുതൽ 2025 വരെ 739 കോടി അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും കാണാൻ സാധിക്കുന്നതാണ്. പ്രവാസി ഡിവിഡൻഡ് പദ്ധതി നല്ല രീതിയിൽ പ്രവാസി നിക്ഷേപങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഇതിൻ്റെ ഭാഗമായി 330 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓഖിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള
പ്രസ് സ്റ്റോപ്പ് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. NRI കമ്മീഷനും ഫലപ്രദമായി പ്രവർത്തിക്കുകയാണ്. സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി 212 കോടി രൂപയുടെ ധനസഹായം ഇതേവരെ നൽകാനായിട്ടുണ്ട്. ND പ്രേമിൻ്റെ ഭാഗമായി തിരികെ എത്തിയ പ്രവാസികൾക്ക് നൽകുന്ന സഹായം സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് അതിൽ 7800 സംരംഭങ്ങൾ ആരംഭിച്ചു. സബ്സിഡിയായി 106 കോടി രൂപ നൽകാനായിട്ടുണ്ട്. പ്രവാസി ഭദ്രത പലിശ മൂലധന സബ്സിഡി ഇനത്തിൽ 118 കോടി രൂപ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ശ്രദ്ധ വേണ്ടത്, പ്രവാസി ID കാർഡ് വേണ്ടത്ര പുരോഗതി ഉണ്ടായിട്ടില്ല. 7 ലക്ഷത്തിലധികം പ്രവാസികളെ തിരിച്ചറിയൽ കാർഡ് എടുത്തിട്ടുള്ളൂ. അത് കൂടേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി നല്ല രീതിയിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 47,749 പേർക്കാണ് ഇൻഷുറൻസ് പോളിസി നൽകിയത്. 16 പേർക്ക് 17 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നോർക്ക ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് 1657 വിദ്യാർത്ഥികൾക്ക് 2,91,10,000 രൂപ സ്കോളർഷിപ്പ് അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട് എല്ലാ നിലയിലും പ്രവാസികളോടൊപ്പം നിൽക്കുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. കേരളം എങ്ങനെ ഉയരണം, എങ്ങനെ വളരണം എന്നതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സങ്കല്പമുള്ളവരാണ് പ്രവാസികൾ. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആകെ ആഗ്രഹിക്കുന്നത് ഒരു ആധുനിക വികസിത കേരളമാണ്. അതാണ് നവകേരളം എന്ന രീതിയിൽ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിതനിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ജീവിതനിലവാരം ഉയർത്തുക എന്നതാണ്. ഇന്നതൊരു സങ്കല്പമല്ല. കാരണം നാം അതിദാരിദ്ര്യമുക്തം എന്ന നില നേടിക്കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യം. അങ്ങനെ ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന് അതിദാരിദ്ര്യം ഒഴിവാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ നേട്ടം തന്നെയാണ്. ഇനി മറ്റ് നടപടികളിലേക്ക് നമുക്ക് കടക്കാം. ഈ നേട്ടങ്ങൾ നമുക്ക് നേടാം. നാം ഒന്നിച്ചു നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരേ വികാരത്തോടെ, ഒരേ മനസ്സോടെ ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും ഒത്തുചേരുക, സഹായിക്കുക, സഹകരിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരുക്കിയ ഈ മഹാകൂട്ടായ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ആദരണീയനായ മുഖ്യമന്ത്രിക്ക് നന്ദി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അല്പസമയം കൂടി വേദിയിൽ തുടരാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ സംരംഭകർക്കുള്ള മെമൻറ്റോ പ്രസൻറ്റേഷനാണിനി. ഇതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ബോട്ടിം മാനേജർ ശ്രീ രവി തങ്കപ്പൻ, CEO ഓഗോൾഡ് അഹമ്മദ് അബ്ദുൽ തവാബ്, ശ്രീ രതീഷ് MD നിരാമയ, ശ്രീ ഹുസൈഫ എമിർകോ ഗ്രൂപ്പ് HR ഹെഡ്, ശ്രീ സുനീർ, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ MA യൂസഫ് അലി, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഡോക്ടർ KP ഹുസൈൻ, ഹിസ് എക്സലൻസി സതീഷ് കുമാർ ശിവൻ, ജയതിലക് ശ്രീ A ജയതിലക് IAS ചീഫ് സെക്രട്ടറി എന്നിവരോടുകൂടി വേദിയിലേക്ക് എത്താൻ ആദരവോടെ അഭ്യർത്ഥിക്കുകയാണ്.
Shri Sunir, Sales and Marketing Head, Classic Properties. Shri Sarish, MD, Inditech. Shri Jishant Karunakaran, MD, Mindfi Technologies. Shri Neeraj Nihalani, MD, Nitras Basmati Rice. Shri Vinod Nair, Operation Manager, ITL World. Shri Ranjit KV, Regional Head, Malabar Gold and Diamonds. Shri Biju BS, MD, Decagon Scaffolding. Shri Dr. Hussain, MD, FMC Network, UAE. Shri Ravi Tangappan, Manager, Board Team. മുഖ്യമന്ത്രി മെമൻറ്റോ സമ്മാനിക്കുകയാണ്. O Gold CEO Shri Ahmad Abdul Tawab. Shri Radish Niramaya MD. Shri Husaifa Emircon Group HR Head. Shri Sunir, Sales and Marketing Head, Classic Properties. Shri Sarish, MD, Inditech. Shri Jishant Karunakaran, MD, Mindfi Technologies. Shri Neeraj Nihalani, MD, Nitras Basmati Rice. Shri Vinod Nair, Operations Manager, ITL World. Shri Biju BS, MD, Decagon Scaffolding. Shri Vinod Nair, Operations Manager, ITL World. Shri Ranjit KV, Malabar Gold and Diamonds Regional Head. Shri Biju BS, MD, Decagon Scaffolding. Shri Dr. Hussain, MD, FMC Network, UAE. Shri Suresh Menon, MD, Romana Water. Shri Riyas Sulaiman, MD, Al Safa Road Contracting LLC. Shri Suresh Menon, MD, Romana Water. നമ്മളെ ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയവർക്കുള്ള മെമൻറ്റോ സമ്മാനിച്ചിരിക്കുകയാണ്. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഓർമ്മ സമ്മാനിക്കുന്ന ഒരു മെമൻറ്റോ. അതിനായി ഓർമ്മ ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആർട്ടിസ്റ്റ് ശ്രീ നിസാർ ഇബ്രാഹിം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ശില്പമാണ് മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കുന്നത്. മലയാളം മിഷന്റെ മെമൻറ്റോ സമ്മാനിക്കുന്നതിനായി മലയാളം മിഷൻ ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. UAE കോർഡിനേറ്റർ മലയാളം മിഷൻ KL ഗോപി, ദുബായ് ചാപ്റ്റർ ചെയർമാൻ ശ്രീ വിനോദ് നമ്പിയാർ, സെക്രട്ടറി ശ്രീ ദിലീപ് CNN, ഷാർജ ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീമതി ശ്രീകുമാരി ആന്റണി, സെക്രട്ടറി രാജേഷ് നെട്ടൂർ, അജ്മാൻ ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ സുജികുമാർ, സെക്രട്ടറി ശ്രീ നിഷാദ്, റാസൽ ഖൈമ ചാപ്റ്റർ ചെയർമാൻ ശ്രീ ഹുസൈനാർ, സെക്രട്ടറി ശ്രീ മുഹമ്മദ് അലി, ഫുജേറ ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ വിൽസൺ, സെക്രട്ടറി ഷൈജു,
ശ്രീ നിസാർ ഇബ്രാഹിം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ശില്പമാണ് മലയാളം മിഷൻ UAE വേണ്ടി പ്രിയ മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കുന്നത്. അടുത്തതായി മുഖ്യമന്ത്രിയുടെ ഒരു ഛായാചിത്രം സമർപ്പിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ഉദയ് റസൽപുരം. ചിത്രത്തിന്റെ ഒരു പ്രത്യേകത UAE-ലെ 7 എമിറേറ്റുകളിലെയും കേരളത്തിലെയും വിവിധ ഇടങ്ങളിൽ നിന്നും ശേഖരിച്ച മണൽത്തരികൾ ഉപയോഗിച്ചാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു ഛായാചിത്രം സമ്മാനിക്കുന്നത് ശ്രീ സന്തോഷ്. അത് മുഖ്യമന്ത്രിയുടെ ഒരു ഛായാചിത്രം കോഫി പെയിന്റിംഗ് ആണ് ശ്രീ സന്തോഷ് സമ്മാനിക്കുന്നത്. മറ്റൊരു കർമ്മം കൂടി ഈ വേദിയിൽ നടക്കുകയാണ്. OLF ഓർമ്മ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് നിർവഹിക്കുകയാണ്. അതിലേക്ക്